സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ലല്ലടാ. വലിയ വേഷം കെട്ടുകാരനാ. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു. ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യില്. ആണോടാ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാല മോഷ്ടിക്കില്ലടാ നിന്റെ ജോലി. ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ ഇവ അടിച്ചു മാറ്റും. ഇവൻ കാണാൻ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരന. എന്താ നോക്കി പഠിപ്പിക്കുന്ന ചെറിയല്ലടാ. എന്റെ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീലടാ. വീട് മോഷണം. എന്റെ പൊന്ന് സാറേ, സത്യട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. പ്രതികാരോ? നീ അന്ന് എന്താ പറഞ്ഞത്? റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും, എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കാവലുർത്തുന്നല്ലേ? ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ. റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സർ, പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലി പറയിപ്പിക്കണ്ട, തലോടി പറയിപ്പിക്കാം. അതാണ് സാർ ബുദ്ധി. തെളിയിക്കപ്പെടാത്ത കേസുകൾ ഇനി എത്ര ബാക്കിയുണ്ട്? അതിപ്പോ ലേറ്റസ്റ്റ് ഭവനഭേദനം അടക്കം മൊത്തം 6 എണ്ണം ഉണ്ട്. എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക്. മിണ്ടി പോകരുത്, ഓലക്കെ കുരുട്ട് ഞാൻ. സാറേ ഗുഡ് മോർണിംഗ്. മുണ്ട് വീട് അതഴിച്ചിട്ട് പോവാ. പിന്നെന്തത്ര ലേറ്റ്? ഈ സത്വത്തിന്റെ പാപിയായ അളിയന്മാരാ ഞങ്ങള്. കണ്ടപ്പോഴേ തോന്നി അളിയൻസിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ബെസ്റ്റ് കൂട്ടുകാരൻ. ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിലെടുക്കാൻ വന്നാ ഞങ്ങള്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ. അങ്ങനെ പിന്നെ കിട്ടിയാൽ ഇതിന് ജാമ്യം കിട്ടൂല. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇവിടെ ട്രൈ ഇല്ല. അല്ല, ട്രൈ കിട്ടൂല, ഫ്രൈ ആക്കി തരാം. ദൈവമേ, എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയാന്നാ പറയാ. അപ്പൊ മലയാളത്തിലോ? എന്ത് വെട്ടിത്തരഭ്യ പറയണം. മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ. ഒരുതരം പ്രത്യേക രോഗമാണത്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം അഥവാ ഡെത്ത്. എടോ, ഇനിയിപ്പം കളിക്കളവും കരിക്കളവും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം. അതെങ്ങനെ? കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത്. അപ്പൊ കുഞ്ഞനന്തൻ മരിച്ചാലോ? ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല. മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ്. മരിക്കുമോ മാഷേ? മരിക്കും, ഇല്ലെങ്കിൽ മരിപ്പിക്കും. എടോ, എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. മാഞ്ചിയം തേക്ക് കൃഷി ഒഴികെ. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന്. അമ്മ ഇല്ലാത്തതിന്റെ വിഷമം നിനക്ക് അറിയില്ല. എടാ, കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. എടാ, അവള് മറ്റൊരുത്തൻ്റെതായി, പിന്നെ എന്തിനായി പേക്കൂത്ത്? അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം? എടാ, അവൾ എന്താടാ ഭൂലോക രമ്പയാണോ? ഇപ്പൊ ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ. തെറിച്ചു വീഴാൻ പോകുന്ന തുറിച്ച് 2 കണ്ണുകൾ, വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയട്ട കുറച്ച് പല്ലുകൾ, മോന്തയിൽ അരിഷ്ടിച്ച് കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക്, മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ഈ വിരലിനോളം പോകുന്ന 2 ചുണ്ടുകൾ. മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കുമല്ലേ? അയ്യ, വൃത്തിയിട്ടൊരു സാധനം. നിനക്കത് ഫീൽ ചെയ്തില്ലടാ? അതേ കുറുക്കൻ. എങ്ങനെ? അല്ല കൂട്ടുകാരാ, ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ എന്ന് വാഴ്ത്തി പാടിയിരുന്നത്? ഇപ്പൊ അത് കഴിക്കുന്നു, പുളിക്കുന്നു അല്ലേ? പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ? അതേ കുറുക്കൻ. നീ നിങ്ങോട്ട് മാറിക്കേ, ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. അതെ, പെട്ടെന്ന് വാസുവേട്ടൻ പറഞ്ഞേപ്പിച്ച വണ്ടി അത്. കുറച്ച് വൈകിയ വാസുവേട്ടൻ പിടിച്ച് വിഴുങ്ങി കളയോ? വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ? 2 ആളെ കൊന്ന ആളാ വാസുവേട്ടൻ. പണ്ട് ബോംബെയിൽ അധോലോകത്തിലായിരുന്നു. ദേഷ്യം പിടിച്ച ഇപ്പോഴും പെശക. പോട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. നിർത്ത്. നീ എവിടേക്കപ്പ പോണത്? ടൗണിലേക്ക്. എടാ, എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത്, അല്ലടാ? സത്യമായിട്ടും അല്ലടാ.
ബസ്സിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയട്ട സാധനം തള്ളിക്കൊണ്ടു പോണത്. എന്തായാലും ഇന്ന് ചവൻ ഉദ്ദേശമില്ല. അപ്പൊ നാളെ അത് നേരിട്ട് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അറിയിക്കാം.